ശരി, ഞായറാഴ്ച നമുക്ക് വൈകുന്നേരം 5 മണിക്ക് മതി കുർബാന മാസം നടത്തുന്നത്. അങ്ങനെ നടത്താൻ പറ്റും അദ്ദേഹത്തിന്. നേരെ വെച്ച് വെള്ളിയാഴ്ച വർക്കിംഗ് ഡേ ആണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച ജുമാ ഉച്ചക്കുള്ള കൂട്ടപ്രാർത്ഥന 4 മണിക്കാ. കാരണം അവിടെ സമ്മതിക്കില്ല, അവർക്ക് ആടിക്കാൻ തന്നെ പറ്റില്ല. അവർ ഉച്ചയ്ക്കാണത് കഴിഞ്ഞു. മനസ്സിലായോ? അങ്ങനെ ഒരു തരത്തിലുള്ള മാറ്റത്തിന് നിവൃത്തിയുണ്ടെങ്കിൽ തന്നെയാണ് നടത്തുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് ടോക്സിക് സോഫ്റ്റ്വെയർ. നമ്മൾ പറയുന്നത് ഇത് മാറ്റേണ്ടതാണ്, മാറുന്നതാണ് നല്ലത് എന്ന് നമ്മളവരോട് കോൺസ്റ്റൻ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ടീമുകൾ എന്താ ചെയ്യുന്നത്? സോ കോൾഡ് അവർ പറയുന്നത് ഇസ്ലാമിനെതിരെയുള്ള വിമർശനം. ഇസ്ലാമിനെ കുറിച്ചുള്ള വായനയുടെ തെറ്റിദ്ധരിച്ചവരും അവിശ്വസിക്കുന്നവരും പരിഹസിക്കുന്നവരും ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു പ്രാഥമിക സ്റ്റെപ്പ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ലോകവീക്ഷണമെന്ത്, പ്രപഞ്ചവീക്ഷണമെന്ത് എന്ന് പറയുന്ന ഒരു കാര്യത്തെ. നിങ്ങളിപ്പോൾ ഒരു ലേബർ ക്യാമ്പ് അങ്ങനെ വിചാരിച്ചോ. ലേബർ ക്യാമ്പിൽ അവിടെ ഞായറാഴ്ച അവിടെ ജോലിയുണ്ട്, അവിടെ അവധി വെള്ളിയാഴ്ച എന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ക്രിസ്തീയ പുരോഹിതൻ പറയാണ്, ശരി, ഞായറാഴ്ച നമുക്ക് വൈകുന്നേരം 5 മണിക്ക് മതി കുർബാന മാസം നടത്തുന്നത്. അങ്ങനെ നടത്താൻ പറ്റും അദ്ദേഹത്തിന്. നേരെ വെച്ച് വെള്ളിയാഴ്ച വർക്കിംഗ് ഡേ ആണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച ജുമാ ഉച്ചക്കുള്ള കൂട്ടപ്രാർത്ഥന 4 മണിക്കാ. കാരണം അവിടെ സമ്മതിക്കില്ല, അവർക്ക് ആടിക്കാൻ തന്നെ പറ്റില്ല. അവർ ഉച്ചയ്ക്കാണത് കഴിഞ്ഞു. മനസ്സിലായോ? അങ്ങനെ ഒരു തരത്തിലുള്ള മാറ്റത്തിന് നിവൃത്തിയുണ്ടെങ്കിൽ അവരെത്രയോ മാറിയിട്ടുണ്ട്. തീരെ മാറാത്ത കൂട്ടരൊന്നുമല്ല, പക്ഷെ മറ്റുള്ളവരോട് താരതമ്യപ്പെടുത്തുമ്പോൾ മാറാൻ ഏറ്റവും മടിയുള്ള കൂട്ടരാണ് അവർ. ഒരു സംശയമില്ല. ഇതിൽ തന്നെ പലരും വ്യത്യാസം ഉണ്ടാവില്ലേ? അതായത് ഈ നമ്മുടെ കേരള മുസ്ലിം സമൂഹം അതിലിപ്പോ സുന്നി, മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ്, അഹമ്മദി, അങ്ങനെ ഒരുപാട് വ്യത്യാസമുണ്ട്. അതൊക്കെ ഉണ്ടാവും. പക്ഷെ അവരും എന്താണ് ചെയ്യുന്നത്? അവരുടെ ഈ ബാക്ക് ടു ബുക്ക് ഗ്രന്ഥത്തിലേക്ക് മടങ്ങുക എന്നാണ്. ഇപ്പോൾ മുജാഹിദുകൾ സ്ത്രീകൾ പള്ളിയിൽ പോകണമെന്ന് പറയുന്നുണ്ട്, മുജാഹിദുകൾ സ്ത്രീകൾ വിദ്യാഭ്യാസിക്കണം എന്ന് പറയുന്നുണ്ട്. സുന്നികൾക്ക് അതിൽ താല്പര്യമില്ല. വിദ്യാഭ്യാസിക്കുന്ന കാര്യം ഇപ്പോൾ അവർ പറയാറില്ല. പെണ്ണുങ്ങൾ പള്ളിയിൽ ഇരുന്ന് സുന്നിയൊക്കെ താല്പര്യമില്ല. ഇവിടുത്തെ മഹാഭൂരിപക്ഷ സുന്നികളാണ്. മുജാഹിദ് എന്തുകൊണ്ടാണ് പറയുന്നത്? കിതാബിലുള്ളതുകൊണ്ടാ. പെണ്ണുങ്ങൾ പള്ളി പോകുന്ന കാര്യം കിതാബിൽ ഒരേ പുസ്തകം തന്നെ അല്ല, അതിന് വ്യാഖ്യാനത്തിന് വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഈ മുജാഹിദും 4 പെണ്ണ് കെട്ടാൻ ഉള്ള കാര്യം പറയുമ്പം അത് പരിഷ്കരിക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ അവരുടെ കൂട്ടത്തിലെ സുഹൈർ ചുങ്കത്തറ എന്ന ഒരാൾ, അതിൻ്റെ ഒരു അഡ്വക്കറ്റാണ്, ബഹുഭാര്യത്വത്തിൻ്റെ ഒരു വക്കീലാണ് അദ്ദേഹം. അതിനുവേണ്ടി വാദിക്കുന്ന ഒരാളാണ്. അല്ലെ മുജാഹിദ് ബാലുശ്ശേരി, അല്ലെ MM അക്ബർ. അവർക്ക് ഇതൊരു വലിയ മഹത്തായ കർമ്മ എന്നാണ് പറയുന്നത്, 4 പെണ്ണ് കെട്ടുന്നത്. സുഹൈർ ചുങ്കത്തറ 4 പെണ്ണ് കെട്ടിയിട്ടുണ്ട്. ആ 4 പെണ്ണുങ്ങളെയും കൂട്ടി അദ്ദേഹം ചില മീറ്റിങ്ങിന് പോയ കാര്യമൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ നിന്ദിക്കാൻ വേണ്ടി പറയില്ല, അദ്ദേഹത്തിന് നിലപാട് പറയണം. അപ്പോൾ അതുകൊണ്ട് മാറ്റത്തോട് മുഖം തിരിച്ച് നിൽക്കുന്നതിൽ ഏറ്റവും അധികം നമുക്കറിയുന്ന സമൂഹങ്ങളിൽ നമ്പർ 1 എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ്. ഒരു സംശയമില്ല. ഒരു പ്രതീക്ഷയുണ്ടോ? ഏതെങ്കിലും പുതിയ ഈ മത നേതാക്കളിൽ ആരെങ്കിലും ഒരു പ്രതീക്ഷ നൽകുന്ന ആരെങ്കിലും ഉണ്ടോ? അത് ഞാൻ ആ നേതാക്കളിൽ വിശ്വസിക്കുന്നില്ല. അങ്ങനത്തെ നേതാക്കന്മാരായാലും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ സമൂഹത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഉദാഹരണം പറയാം, സ്പോർട്സ് രംഗത്ത് മുസ്ലിം പെൺകുട്ടികൾ, നാടകരംഗത്ത്, അഭിനയ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, IT രംഗത്ത് ഒക്കെ മുസ്ലിം പെൺകുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ അവർ SLCക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ ഒരു പെൺകുട്ടി തൃശ്ശൂർ ജില്ലക്കാർ ഒരു മുസ്ലിം പെൺകുട്ടിയാണ്. അവരുടെ പേര് പെട്ടെന്ന് വിട്ടുപോയി. റെക്കോർഡ് മാർക്കാണ്. അങ്ങനെ ഇവരൊക്കെ വരുന്നുണ്ടെന്നേ. അതായത് നേതാക്കന്മാരല്ല, ഇതിന് വേണ്ടത്, ഒന്നാമത് വേണ്ടത് സാമൂഹ്യ അന്തരീക്ഷമാണ്. ഇപ്പം ഈ മുഖം മൂടുന്ന പർദ്ദയിട്ട് വരുമ്പോൾ അത് കാണുന്ന ആൾക്കൊരു അവമാനം, എനിക്കൊരു അവമാനം തോന്നുന്നുണ്ടായില്ല. ഈ നാട്ടിൽ എല്ലാവർക്കും തോന്നണം, ജാതി മത ഭേദമല്ലാതെ എല്ലാവർക്കും തോന്നണം. കാരണം നമ്മുടെ കൂട്ടത്തിലൊരു സഹോദരി അത്, അവർക്കൊരു സാമൂഹ്യ ജീവിതമില്ല. അവരെ ഈ കരിങ്കുപ്പായത്തിനകത്ത് കുഴിച്ചു മൂടി, അത് പറ്റില്ല. നിക്കാബ് എന്ന് പറയുന്നത് സ്ത്രീ വിരുദ്ധമാണ്, ഇസ്ലാം വിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്, മനുഷ്യത്വ വിരുദ്ധമാണ്. ഇസ്ലാം മാറാൻ ഇത്ര മാറാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? സിജിൻ, ഫസ്റ്റ് ഓഫ് ഓൾ മതങ്ങൾ മാറുന്നില്ല എന്നുള്ള ഒരു പ്രിമിസിൽ നമുക്ക് തുടങ്ങാൻ പറ്റില്ല. കാരണം മതങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ പണ്ടേ ഓരോ നൂറ്റാണ്ടുകൾ വെച്ച് നോക്കുമ്പോഴും മതങ്ങളും മതവിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിൽ നിന്ന് കുറവുണ്ടാകുന്നുണ്ട്, കൂടുതലുണ്ടാകുന്നു, പൊലിമ ഉണ്ടാകുന്നുണ്ട്, എക്സ്റ്റൻഷൻ ഉണ്ടാകുന്നുണ്ട്. മതങ്ങൾ മാറുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്നറിയാം, ഈ മതങ്ങളിലുണ്ടാകുന്ന മാറ്റം സാമൂഹിക മാറ്റവുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല. സമൂഹം ഒരു എക്സ്പ്രസ് ട്രെയിൻ ആണെങ്കിൽ ഈ മതം ഒരു കാളവണ്ടിയായിട്ട് നിൽക്കുകയാണ്. കാളവണ്ടി മുന്നോട്ടാണ് പോകുന്നത്.
പക്ഷേ എക്സ്പ്രസ് അതിൻ്റെ വേഗത അതിനെ ആർജിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ അതിനകത്തുനിന്ന് പറയുന്നുണ്ട് ഇതാണ് നമ്മുടെ റിഫോർമേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സെൻറ്റിനൽ ഐലൻഡിൽ പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ ജരാവകളെ എടുത്തിട്ട് അവർ തുണിയില്ലാതെ നടക്കുന്നു. ഇപ്പം നമ്മൾ പറയുകയാണ് നിങ്ങളുടെ തുണി ഇല്ലാത്ത നിങ്ങളുടെ ശരീരം കാണുമ്പോൾ ഞാൻ വല്ലാതെ എക്സൈറ്റഡ് ആവുന്നു, ഇത് വലിയ സംഭവമാണ്, നിങ്ങളൊരു വലിയ നിഷ്കളങ്കതയുടെ പര്യായമാണ്, നിങ്ങളുടെ ആഹാര രീതി, നിങ്ങളുടെ വസ്ത്രധാരണ രീതി, ആചാരം ഇതെല്ലാം നല്ലതാണ് എന്ന് ഞാൻ അവരോട് പറയുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി ഒരു ചതിയനാണ്, ഞാനൊരു വഞ്ചകനാണ്. കാരണം ഞാനും എൻ്റെ തലമുറയിൽപ്പെട്ട അല്ലെ എൻ്റെ മുൻഗാമികൾ ഇതേ അവസ്ഥയിലായിരുന്നു. അവർ അവിടെ നിന്ന് സഞ്ചരിച്ച് ഈ അവസ്ഥയിൽ വന്നിട്ട് എനിക്കിപ്പോൾ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പം ഞാനുണ്ടാക്കിയ നേട്ടത്തിൻ്റെ ഫലങ്ങൾ ഞാനത് ഭുജിച്ചുകൊണ്ട് ഐ ആം ഈറ്റിംഗ് ദ ഫ്രൂട്ട്സ് ഓഫ് ദ സിവിലൈസേഷൻ, ഐ എം ഡിനൈങ് ദ സെയിം ടു ദിസ് പീപ്പിൾ, സെയിങ് ദാറ്റ് യുവർ കറൻറ്റ് സ്റ്റേറ്റസ് ഈസ് എക്സലൻറ്റ്, ഇറ്റ്സ് നോട്ട് എക്സലൻറ്റ്, വി നോ ദാറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ പോയി താമസിക്കണം, അവരുടെ കണക്ക് താമസിക്കണം. ആദിവാസി കുടിൽ, ട്രൈബലുകൾ നമ്മൾ പോകുന്നില്ല. അപ്പോൾ നമ്മളൊരു വലിയൊരു ആത്മവഞ്ചനയാണ് നടത്തുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇസ്ലാം എന്ന് പറയുന്ന ടോക്സിക് സോഫ്റ്റ്വെയർ. നമ്മൾ പറയുന്നത് ഇത് മാറ്റേണ്ടതാണ്, മാറുന്നതാണ് നല്ലത് എന്ന് നമ്മളവരോട് കോൺസ്റ്റൻ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ടീമുകൾ എന്താ ചെയ്യുന്നത്? സോ കോൾഡ് അവർ പറയുന്നത് ഇസ്ലാമിനെതിരെയുള്ള വിമർശനമല്ല, ഇത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള വിമർശനമാണ്, മുസ്ലിങ്ങളെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. ഇവർ എന്താണ് ഒരു മിർജാഫറിൻ്റെ പണിയാണ് ചെയ്യുന്നത്. മിർജാഫർ എനിക്കറിഞ്ഞൂടാ. മിർജാഫറിൻ്റെ അല്ലേ നമ്മുടെ റോബർട്ട് ക്ലൈവ് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ കൊടുത്ത ശരി ഇംഗ്ലീഷിൽ അതിനെ ഒറ്റെന്ന് പറയും, OATT. ഓക്കെ. അപ്പം അതായത് ഇപ്പോൾ സാറ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സമൂഹത്തിൽ മാറ്റം ആവശ്യമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അവരോട് മാറണ്ട എന്ന് പറയുന്നത് ചതിയാണ്. ദാറ്റ്സ് എ വെരി ഗുഡ് പോയിന്റ്. മാത്രമല്ല നിങ്ങളിപ്പോൾ ഇസ്ലാം ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ഏത് റിലീജിയനായാലും നിങ്ങളത് സ്റ്റേറ്റസ് കോ മെയിൻ, നിങ്ങളുടെ വികാരം വ്രണപ്പെടും, തുടരുത് എന്ന് നിങ്ങളുടെ അടുക്കെ വന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പ്ലീസ് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ നിങ്ങളുടെ രോഗം ചികിത്സിക്കേണ്ട, അല്ല നിങ്ങളുടെ പ്രശ്നം മാറ്റണ്ട, നിങ്ങളായിട്ടിരിക്കട്ടെ, അത് അവന് ഗുണകരമാണ് എന്നാണ് അവൻ സ്ഥാപിക്കുന്നത്. അല്ല ഇതിൽ ആത്യന്തികമായി ഇതിൽ വേറൊരു പ്രശ്നമുണ്ട്. അതായത് ഇപ്പം ഞാൻ ഒരു ലെറ്റ് മീ ഇൻറ്ററപ്ഷനായിട്ട് എടുക്കുന്നില്ലെങ്കിൽ, ഇപ്പോൾ പെൺകുട്ടികൾക്ക് പബ്ലിക് വേദിയിൽ വന്നൊരു സമ്മാനം വാങ്ങിക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു വിഷയം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് കുറേ ആൾക്കാർ അതിനകത്ത് മൗനം പാലിക്കും, കുഴപ്പമില്ല, ചെറിയ പ്രസ്താവനകൾ, നമ്മളതിനെ ഔട്ട്റൈറ്റ് ആയിട്ട് എതിർക്കുന്നു, ഇത് മോശമാണ്, ഇത് ലിംഗനീതിക്കും ആധുനികതയ്ക്കും എതിരാണെന്ന് പറയുന്നു. ഈ മൗനം പാലിക്കുന്നവരും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? ആ സ്റ്റേറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാനാണ്. ഇനി എന്നും അങ്ങനെ തന്നെ മതി, നിങ്ങൾ ഇങ്ങനെ തന്നെ പോയാൽ മതി. ആക്ച്വലി ദേ ആർ ഡൂയിങ് ദ ഗ്രേറ്റസ്റ്റ് ഹാം. കാരണം ഈ മതം സ്വതവേ മാറാൻ സാധ്യതയുണ്ട്, അതിനെപ്പോലും തടസ്സപ്പെടുത്തുകയാണ് ഈ അപ്പീസ്മെൻറ്റ് ചാമ്പ്യൻസ് ചെയ്യുന്നത്. മനസ്സിലായി? ഒരു മതം സ്വയം മാറുന്നുണ്ടല്ലോ, മേ ബി അറ്റ് എ സ്ലോവർ റേറ്റ് ദേ ആർ ചേഞ്ചിങ്. പക്ഷേ ഈ അപ്പീസ്മെൻറ്റും ഈ മൗനാനുവാദവും ഈ പിന്തുണയും സോളിഡാരിറ്റിയും കാരണം വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന മാറ്റങ്ങളെ പോലും അടിച്ചമർത്തിക്കൊണ്ട് മതത്തെ വളരെ മാറാൻ ആഗ്രഹിക്കുന്നവരെ പോലും അത് തടയും. യെസ്, മോസ്റ്റ് റിഗ്രസീവ് ആണ് ഈ റിലീജിയസ് അപ്പീസ്മെൻ്റ് എന്ന് പറയുന്നത്. മോസ്റ്റ് റിഗ്രസീവ് ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അവരെ കരുണ, ദയ, അല്ലെങ്കിൽ ലൈക്ക്, വോട്ട്, അല്ലെങ്കിൽ വ്യൂസ്, ഇതായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ബട്ട് ആക്ച്വലി യു ആർ ഡൂയിങ് ദ ഗ്രേറ്റസ്റ്റ് ഹാം ടു ദീസ് പീപ്പിൾ ആൻഡ് ടു അതർ പീപ്പിൾ. ഒരു വിശ്വാസ സംഹിതയിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് അതിന് എതിരായി വരുന്ന ആർഗ്യുമെൻറ്റ്സ് ഇപ്പം പറയുമല്ലോ, കൊഗ്നിറ്റീവ് ഡിസനൻസ് എന്നൊക്കെ പറയുമല്ലോ, കൺഫർമേഷൻ ബയാസ്, ഇതൊക്കെ നാച്ചുറലാണല്ലോ. ഒരു മനുഷ്യൻ അതിനെതിരെയുള്ള ഒരു ആർഗ്യുമെൻറ്റിനെയും സന്തോഷത്തോടെ സ്വീകരിക്കില്ല. അപ്പം നമ്മൾ പുറത്തു നിന്ന് അവരെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് മാറാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ശത്രുവശത്ത് നമുക്കൊരിക്കലും വരാൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു കമ്മ്യൂണിറ്റിയോട് നമുക്ക് എന്ത് തരം നിലപാടാണ് എടുക്കാൻ പറ്റുക? ഇപ്പോൾ ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സാറിൻ്റെ വീഡിയോസിൽ ഇസ്ലാമിനെതിരെയുള്ള വീഡിയോസിനൊക്കെ നല്ല റീച്ച് കിട്ടും. കാരണം എന്താ, മറ്റ് മതവിശ്വാസികളും യുക്തിവാദികളും സംഘപരിവാർ അനുകൂലികളും എല്ലാവരും വന്ന് കൈയടിക്കുമല്ലോ. അപ്പോൾ പൊതുവേ ആളുകൾ എന്താ സാറിനെ പറ്റി സംശയിക്കുക? കാരണം ആ കൈയടിക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് സംശയിക്കുമല്ലോ. അപ്പോൾ അതെങ്ങനെ ക്ലാരിഫൈ ചെയ്യാൻ സാധിക്കും? ആക്ച്വലി അതൊരു ഫാക്ച്വലി തെറ്റാണ്. ഞാനിപ്പോൾ 10 വർഷമായി സംസാരിക്കുന്നു. 90% ഓഫ് മൈ സ്പീച്ച്
എന്ന് നോക്കുകയാണെങ്കിൽ എല്ലാം ബേസിക്കലി ഹിന്ദു അതെ റിലേറ്റഡ് ആണ്. സാറിന്റെ പുസ്തകം തന്നെ പുസ്തകങ്ങളല്ലേ. ഞാൻ ഇസ്ലാമിനെതിരെ ഒന്നും എഴുതിയിട്ട് പോലും ഇല്ല ഇതുവരെ. ഇല്ല എഴുതിയിട്ടില്ല. ഇസ്ലാമിനെതിരെ ചെയ്തിട്ടുള്ള അല്ലെ ഇസ്ലാമിക വിമർശനം പരിപാടികൾ എന്ന് പറഞ്ഞാൽ വിരലിലെണ്ണാവുന്നത് മാത്രമേ ഉള്ളൂ. അതെ, വിരലിലെണ്ണാവുന്നത്. ഞാനൊരു 10,000-ത്തിലധികം പരിപാടികൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ലെസ് ദാൻ 10 പോലും ഉണ്ടാവുന്നില്ല. പക്ഷേ എന്താ പ്രശ്നം എന്നറിയാം, ഞാനിപ്പോൾ ജബ്ബാർ മാഷ് ചെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ ആരിഫ് ഹുസൈൻ ചെയ്യുന്ന പോലെയോ ജാമിദ് ചെയ്യുന്ന പോലെയോ ഓരോരോ ആയത്തുകളൊക്കെ എടുത്ത് വെച്ച് അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. ഞാൻ ബേസിക്കലി അതിൻ്റെ ഒരു സോഷ്യൽ പെർസ്പെക്റ്റീവിൽ നിന്നാണ് കൂടുതലും ചെയ്യുന്നത്. ഞാൻ മറ്റേ ചെയ്യുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ വളരെ ഇതായിട്ടുള്ള വിമർശനങ്ങളെ നടത്താറുള്ളൂ. ഞാനിപ്പോൾ ആയിഷ മുഹമ്മദ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനൊരു വാദമേ ഉന്നയിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള ഒരു സാധനം ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മതം നോക്കുന്നത് കൂടുതൽ അവരെ അലോസരപ്പെടുത്തുന്ന സംഗതികളാണ്. അത് ചിലപ്പോൾ നിശ്ചിതമായ വിമർശനമായിരിക്കണമെന്നില്ല. അവർ തോന്നുന്നത് ദാറ്റ് ക്യാൻ മേക്ക് സം ചേഞ്ചസ്. ഇപ്പം ഞാനൊരു ഉദാഹരണം ചെറുതായിട്ട് പറയാം. നിങ്ങൾ ഒരു വീട്ടിലേക്ക് ചെല്ലുന്നു, അവിടെ ഒരു കൺസർവേറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അയാൾക്ക് 3 പെൺകുട്ടികളുണ്ട്. അവരെല്ലാം മാരേജബിൾ ഏജാണ്. ചില സിനിമകളിലൊക്കെ കണ്ട്, ഞാനൊരു ഉദാഹരണം പറഞ്ഞ് ഒരു കാര്യം സ്ഥാപിക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ അവിടുത്തെ ഒരു ഒറ്റ സഹോദരനാണ്. നിങ്ങളൊരു വിഖ്യാതമായ നാടകത്തിൽ ഇങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ചെറുപ്പക്കാരെ, നിങ്ങളുടെ കൂട്ടുകാരെ കൊണ്ടു ചെല്ലുന്നു. എന്നിട്ട് നിങ്ങളുടെ അമ്മ പറയുന്നു ദേ ആർ കൺസർവേറ്റീവ്, നീ എന്തിനാണ് ഈ പിള്ളേരെല്ലാം പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത്? ഒരു പോയിൻ്റാണ്. അപ്പോൾ അവിടെ പറയും, നിനക്കിവിടെ 3 പെങ്ങന്മാരുള്ളതല്ലേ എന്ന് പറയും. അന്നേരം ചിലപ്പോൾ നിങ്ങളുടെ പെങ്ങന്മാർക്ക് ഇഷ്ടമായിരിക്കും, അത് പോട്ടെ. പക്ഷേ ഈ അമ്മ ഇത് പറയും. എന്താണ് അമ്മ എന്താ പറയുന്നതെന്ന് പറയുന്നത്? ഒരു ഏജൻ്റ് എന്ന നിലയിൽ അമ്മ അത് പറയാൻ കാര്യം, നിങ്ങൾ കൊണ്ടുവരുന്ന ഈ ചെറുപ്പക്കാർ അവിടെ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് അവർ ഭയക്കുന്നു. തീർച്ചയായും. അതേസമയം നിങ്ങൾ കൊണ്ടുവരുന്നത് ഈ കുഴിയിലേക്ക് കാലം നീട്ടി നമ്മൾ പറയുന്ന ആ ഒരു ലെവലിലുള്ള ആളുകളുമായിട്ടാണ് വരുന്നത്. ഒരു കുഴപ്പമുണ്ടാവില്ല. അമ്മ ഒന്നും പറയത്തില്ല. അവർ കൂടുതൽ നോളജബിൾ ആണ്, കൂടുതൽ റിച്ച് ആയിരിക്കാം, കൂടുതൽ എല്ലാം ആയിരിക്കാം. പക്ഷേ അവർ ഇവിടെ ഒരു സ്റ്റാറ്റസ് കോ അട്ടിമറിക്കും എന്ന് ഇവർ കരുതുന്നില്ല. അപ്പം നമ്മളൊരു ചേഞ്ച് ഉണ്ടാവാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ നമ്മൾ വല്ലാതെ അപ്സെറ്റ് ആവും. എന്ന് വെച്ച് ഈ വരുന്ന ചെറുപ്പക്കാരെല്ലാം അക്രമാസക്തരോ വഞ്ചകരോ ഒന്നും ആവണമെന്നില്ല, മറിച്ച് നമ്മളുടെ ഒരു പെർസെപ്ഷൻ അങ്ങനെയാണ്. അപ്പോൾ ആധുനികത എന്നുള്ളൊരു ടൈം ഞാൻ പറഞ്ഞല്ലോ. ബേസിക്കലി 2 കാഴ്ചപ്പാട്. ഇസ്ലാമും ഡെമോക്രസിയും ഒരുപക്ഷെ എതിരാവുന്നില്ല എന്ന് നമുക്ക് പറയാം. ഡെമോക്രസി എതിരാവുന്നില്ല എന്ന് പറഞ്ഞാൽ ഡെമോക്രസിയെ കൂടി ഉൾക്കൊള്ളാനുള്ള ഒരു ഇലാസ്തികത, വികാസക്ഷമത ഇസ്ലാമിനുണ്ട് ആ അർത്ഥത്തിൽ. അതേസമയം ഇസ്ലാം ശരിക്ക് ഒരു വേഴ്സ ആവുന്നത് മോഡേണിറ്റി എന്ന് പറയുന്നൊരു കൺസെപ്റ്റിനോടാണ്. അവിടെയാണ് ഈ സ്വതന്ത്ര ചിന്ത, ഇസ്ലാമിൻ്റെ ഉള്ളിലുള്ളവരെയും അല്ലെങ്കിൽ ഇസ്ലാമിനെ വിമർശിക്കുന്നവരെയും ഇസ്ലാം ഒരു അപര വസ്തുവാണ് അല്ലെങ്കിൽ ഒരു ഐഡിയോളജിക്കൽ അതറാണെന്നുള്ള ഒരു ഫീലിലേക്ക് അവരെത്തുന്നത്. അപ്പോൾ മോഡേണിറ്റി മുന്നോട്ട് വെക്കുന്നൊരു കൺസെപ്റ്റ് നമ്മൾ എത്രത്തോളം കാലം ഇങ്ങേ അറ്റത്തേക്ക് വരും തോറും കൂടുതൽ മെച്ചപ്പെട്ട കാലമാവുന്നു, മെച്ചപ്പെട്ട മനുഷ്യരാവുന്നു എന്നുള്ളതാണ്. 1900-ങ്ങളിലെ മനുഷ്യരെക്കാളും മെച്ചപ്പെട്ടവരാണ് 2000-ങ്ങളിലെ മനുഷ്യന്മാർ. 2000-ങ്ങളിലെ മനുഷ്യന്മാരെക്കാളും മെച്ചമാണ് 2100-ലെ മനുഷ്യന്മാർ. ഇതാണ് മോഡേണിറ്റി മുന്നോട്ട് വെക്കുന്നത്. മോഡേണിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ആധുനികമായ കൺസെപ്റ്റ് അല്ല, പ്രാചീനമായ കൺസെപ്റ്റാണ്. ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ് അങ്ങനെയല്ല. 1900-ങ്ങളിലെ മനുഷ്യരെക്കാൾ നല്ലവരായിരുന്നു. നല്ലവർ മീൻസ് വിശദീകരിക്കാനുണ്ട്. 800-ലെ മനുഷ്യന്മാർ അവരെക്കാളും ഉത്തമന്മാരായിരുന്നു 700-ലേത്. പിറകിലേക്ക് പോകുന്തോറുമാണ് കാലത്തിൻ്റെ അറ്റത്തേക്ക് നമ്മൾ പറയുന്നില്ല. ഇസ്ലാം എൻഡ് വെക്കുന്നത്, ഈ ശരീഅത്ത് എൻഡ് വെക്കുന്നത് പ്രവാചകൻ്റെ കാലമാണ്. ആ കാലത്തേക്ക് മടങ്ങുമ്പോഴാണ് കൂടുതൽ നല്ല മനുഷ്യരെ കിട്ടുന്നത്. ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ കൂടുതൽ സ്വാർത്ഥതയുള്ള മനുഷ്യരെയാണ് കിട്ടുന്നത്. ഈ കൺസെപ്റ്റാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പോൾ പ്രവാചക കാലത്തെ ഒരു യുദ്ധഭൂമി, ഇസ്ലാമിൽ ഏറ്റവും വിമർശിക്കപ്പെടുന്ന ഒരു യുദ്ധഭൂമി തന്നെ എടുക്കാം. യുദ്ധഭൂമിയിൽ ഒരു രംഗം 2-3 ആൾ മരണം കാണുകയാണ്. പ്രവാചകൻ്റെ അനുചരന്മാർ മരണം കാണുകയാണ്, വെട്ടേറ്റ് കിടക്കുകയാണ്. അപ്പോൾ ഒരു തോൽപാത്രത്തിൽ ഇസ്ലാമിക വിശ്വാസങ്ങളെ എതിർക്കുന്നത് ഇസ്ലാമിൻ്റെ ടെക്സ്റ്റുകൾ വെച്ചുകൊണ്ടാണല്ലോ. ആ ടെക്സ്റ്റുകളിൽ നിന്നുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ തോൽപാത്രത്തിൽ വെള്ളവുമായി
മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു മനുഷ്യൻ്റെ മുമ്പിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. ആ മനുഷ്യനത് വെള്ളമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മറ്റേ ആളെ ചൂണ്ടുന്നു, അയാൾക്ക് കൊടുക്കുമെന്ന് പറയുന്നു. ആ ആൾ മറ്റേ ആൾക്ക് കൊടുക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഈ തോൽപാത്രമായി ഓടുന്ന ആൾ ആകെ കൺഫ്യൂസ്ഡായി വട്ടം ചുറ്റുന്നു. ഫലത്തിൽ 3 ആളും മരണപ്പെടുന്നു, ആരും വെള്ളം കുടിക്കാതാവുന്നു. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വെക്കുക എന്ന് പറയുന്നൊരു ത്യാഗം, ഒരു സാക്രിഫൈസ് ബോധമാണ് അന്നത്തെ ഒരുപാട് ചരിത്രങ്ങളിൽ നിന്നുള്ള ഒരു ഖണ്ഡമാണ്, ഒരു ഛേദമാണ് ഞാൻ പറഞ്ഞത്. അതേസമയം ഇന്ന് ഈ ഒരു ചിത്രലോകത്ത് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ഇന്നത്തെ ഒരു മുദ്രാവാക്യം തന്നെ വാട്ട് ഈസ് മൈ ബെനിഫിറ്റ് എന്നുള്ളതാണ്. മാക്സിമം അവനവൻ്റെ ഇപ്പോൾ കഴിവ് ബൂസ്റ്റ് ചെയ്യുക, യോഗ്യതകൾ ബൂസ്റ്റ് ചെയ്യുക, അതിനെ മാക്സിമം കസ്റ്റമൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളെ പുറത്തിടുമെന്നാണ് പുതിയൊരു ടെൻഡൻസി. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സൊക്കെ മോട്ടിവേഷൻ ചെയ്യുന്നത് തന്നെ നിങ്ങളെ മാക്സിമം നിങ്ങൾ കണ്ടെത്തൂ, നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിൽ ലോകത്തും അവകാശപ്പെട്ടതും അർഹതപ്പെട്ടതും നേടിയെടുക്കൂ എന്നുള്ളതാണ്. അപരനെക്കുറിച്ചൊരാലോചന ആധുനികത മുന്നോട്ട് വെക്കുന്നില്ല. അപ്പോൾ ആധുനികതയുടെ ഒരു ഗ്രാഫ് എങ്ങോട്ടേക്കാണോ അതിൻ്റെ ഓപ്പോസിറ്റാണ് വാസ്തവത്തിൽ ഇസ്ലാമിൻ്റെ ഒരു കാര്യം പോകുന്നത്. അപ്പോൾ ആ കൺസെപ്റ്റ്, ആ മനോഭാവത്തെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇസ്ലാമിനെ കുറിച്ചുള്ള വായനയുടെ തെറ്റിദ്ധരിച്ചവരും അവിശ്വസിക്കുന്നവരും പരിഹസിക്കുന്നവരും ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു പ്രാഥമിക സ്റ്റെപ്പ്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ലോകവീക്ഷണമെന്ത്, പ്രപഞ്ചവീക്ഷണമെന്ത് എന്ന് പറയുന്ന ഒരു കാര്യത്തെയാണ്. ഒരിക്കലും തീവണ്ടിയും വിമാനവും കമ്പയർ ചെയ്തിട്ട്, വേറെ ഒരു ഉദാഹരണം ചിലപ്പോൾ ശരിയാവാൻ തെറ്റാവാം, വിമാനവും ട്രെയിനും കമ്പയർ ചെയ്തിട്ട് നമുക്ക് വിമാനമാണോ ട്രെയിനാണോ നല്ലത് എന്ന് പറയാൻ കഴിയില്ല. ഉദാഹരണത്തിന് എൻ്റെ ഒരു തലന്ന വിമാനം എയറിലൂടെ പോകുന്നതാണ്, മറ്റൊന്ന് കരയിലൂടെ പോകുന്നതാണ്. അതേസമയം ബസ്സാണോ ട്രെയിനാണോ എന്ന് പറയാം, രണ്ടും കരയിലൂടെയാണ്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന തലം. എന്ന് പറഞ്ഞതുപോലെ രണ്ട് മേഖലകളെയാണ് അല്ലെങ്കിൽ 2 ഏരിയകളെയാണ് ഇസ്ലാമും മോഡേണിറ്റിയും പ്രതിനിധീകരിക്കുന്നത്. നമ്മൾ എത്രത്തോളം മുന്നോട്ട് പോകുന്നുവോ അത്രത്തോളം നമ്മളെ മാക്സിമം നമുക്ക് ശരിപ്പെടുത്താം, മെച്ചപ്പെട്ട നമ്മളെ ഉണ്ടാക്കി തീർക്കാം, നമുക്ക് കൂടുതൽ നേട്ടങ്ങൾ വ്യക്തിപരമായി ആർജിക്കാം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് മോഡേണിറ്റി. അതിന് നേരെ ഓപ്പോസിറ്റാണ് ഇസ്ലാം. അപ്പോൾ ഇസ്ലാമിനെയും മോഡേണിറ്റിയെയും കൂട്ടിക്കെട്ടുന്ന ഒരു മനോഭാവമാണ് ഇസ്ലാം വിമർശകർ ചെയ്യുന്നത്. ഒരു ഭാഗത്ത് ഇസ്ലാമിനെ വെക്കുന്നു, മറ്റൊരു ഭാഗത്ത് മോഡേണിറ്റിയെ വെക്കുന്നു. എന്നിട്ട് ഇസ്ലാമിന് 9 മാർക്ക്, മോഡേണിറ്റിക്ക് 10 മാർക്ക്. ഇത് രണ്ടും രണ്ടല്ലേ? അല്ല, എനിക്ക് മനസ്സിലാവാത്തത് ഇത് എനിക്ക് ഏകദേശം പറഞ്ഞതിൽ ക്ലാരിറ്റി ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അല്ലില്ല, അത് എനിക്ക് മനസ്സിലായി, പറഞ്ഞത് എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ മോഡേണിറ്റി എന്ന് പറഞ്ഞതിൽ 2-3 കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു. ഒന്ന്, ഈ പുതിയ സമയം ചെല്ലുന്തോറും ആളുകൾ മോശമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഞാൻ ഒരു ആരോപണമല്ലോ ഉന്നയിച്ചത്. മോശമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തിഗത ഒരു മോശമായിട്ടല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഇപ്പോൾ ഒരു കാഴ്ചപ്പാട് നമുക്ക് വിശാലമായി ചർച്ച ചെയ്യേണ്ട ഒരു ഏരിയയാണിത്. ഇപ്പോൾ നമ്മൾ ഒരാളെ കണ്ടാൽ ഇന്നത്തെ നീ എന്താ വല്ലാതിരിക്കുന്നത്, കരഞ്ഞതുപോലെ ഉണ്ടല്ലോ, എന്താണ് നിൻ്റെ പ്രശ്നം, ഇത് സമൂഹം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതേസമയം ഒരാൾ എപ്പോഴും ചിരിച്ചു കൊണ്ടാണെങ്കിൽ അടിപൊളിയാണല്ലോ, എപ്പോഴും ഹാപ്പിയാണല്ലോ, നിന്നെ പോലെ ആവാൻ എന്താണ് വേണ്ടത്, ഈ സമൂഹം ചോദിക്കുന്നു. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ അങ്ങനെയല്ല. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനോട് ചിലപ്പോൾ ഒരു മുസ്ലിം ഒരു സൂഫി ചോദിക്കുക, നീ എന്ത് ഒന്നും ആലോചിക്കുന്നില്ലേ, എപ്പോഴും ചിരിയാണല്ലോ, ഇങ്ങനെ ചിരിച്ച് നടാൻ മതിയോ, എന്തൊക്കെ പൊരുളുകളുണ്ട്, കാര്യങ്ങളുണ്ട്, ഒന്നും ചിന്തിക്കുന്നില്ലേ? കരയുന്ന ആളോട് കരച്ചിലൊരു നല്ല കാര്യമാണ്. കരയുമ്പോഴാണ് ഒരു മനുഷ്യൻ ജെനുവിൻ ആവുന്നത്. ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ കരയണം മീൻസ് ദുഃഖം കൊണ്ട് കരയണം എന്നുള്ളതല്ല, പൊരുളുകൾ ആലോചിച്ചും സ്വന്തം നിസ്സഹായത ചിന്തിച്ചും ഹൃദയം തരളിതമാകണം, നിർമ്മലമാകണം. ചിരിക്കാൻ ആർക്കും പറ്റും, കരയാൻ എല്ലാവർക്കും പറ്റില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. പിന്നെ നമ്മൾ ഈ പറയും, ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ വന്നിട്ട് നമ്മുടെ വീടുകളിലൊക്കെ ഉദാഹരണം, അടുക്കളയിൽ നിലവിലുള്ള ഉപകരണങ്ങളുടെ 2/3 നമ്മൾ ഡൊണേറ്റ് ചെയ്താലും വീട്ടിൽ ഒന്നും പാകം ചെയ്യപ്പെടാതെ പോകില്ല, അത്രയും പാത്രങ്ങളുണ്ട്. എന്നാലും വന്നെന്തേ പറയുക, ഇത് സിമ്പിൾ വെയിറ്റാണ്, ലൈറ്റ് വെയിറ്റാണ്, ഉപയോഗിക്കാൻ എളുപ്പമാണ്, കുറച്ചുകൂടി ആർജിക്കൂ, വാങ്ങൂ, ഇത് ട്രൈ ചെയ്യൂ. മനുഷ്യർക്ക് തിന്ന് രോഗമാണ്, പുതിയ ടേസ്റ്റുകൾ, ഇത് ട്രൈ ചെയ്യൂ. ഈ ടേസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്ന കമ്പനികൾ തന്നെയായിരിക്കും ആശുപത്രി മുന്നോട്ട് വെക്കുന്നത്. ഈയിടെ ഏതോ ഒരു എഴുത്തിൽ ഞാൻ വായിച്ചു, ചില ഹോട്ടലുകളിൽ പേയ്മെൻറ്റ് ചെയ്യുന്ന ബില്ലിൻ്റെ കൂടെ അതേ കമ്പനി നടത്തുന്ന ആശുപത്രിയുടെ ഗ്യാസ്ട്രോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് നമ്പർ കൂടി ചേർത്ത് വെക്കണമെന്ന്.
അപ്പോൾ എല്ലാം കൂടുതൽ നേടിയെടുക്കൂ, സന്തോഷിക്കൂ, ചിരിക്കൂ, സംസാരിച്ചു കൊണ്ടിരിക്കൂ എന്ന് പറയുന്നൊരു ടെൻഡൻസി ഒരു ഭാഗത്തും. മറുഭാഗത്ത് കുറേ കാലമായില്ലേ മിണ്ടുന്നു, ഇനി കുറേ കാലം നീ മിണ്ടാതിരിക്കുക, കുറച്ച് ചിന്തിക്കൂ, കുറച്ച് ആലോചിച്ച് കരയോ, ഉള്ളത് മതി, ആർക്കെങ്കിലും കൊടുത്തേക്കൂ എന്ന് പറയുന്ന മറ്റൊരു ഫിലോസഫിയും. ഇതിൽ മെച്ചപ്പെട്ടത് ഒഴിവാക്കൂ, മിണ്ടല്ല, കുറച്ച് കരയൂ എന്ന് പറയുന്ന കൺസെപ്റ്റാണെന്നാണ് ഞാൻ പറഞ്ഞത്. അത് ആധുനിക മനുഷ്യന്മാരെല്ലാം മോശക്കാരാണ് എന്ന ആർഗ്യുമെൻ്റ് അല്ല. അതൊരിക്കലും ഒരു ശരിയായ കാഴ്ചപ്പാടായിരിക്കില്ല. ഇന്ന് വളണ്ടറി പ്രവർത്തനങ്ങൾ എക്സാമ്പിൾ ഇന്നാണ് കൂടുതൽ, ജീവകാരുണ്യം ഇന്നാണ് കൂടുതൽ, നമ്മളതിനൊന്നും എതിർക്കുന്നില്ല. അതേസമയം കാഴ്ചപ്പാട് വെച്ച് നോക്കിയാൽ ഇനി നമുക്ക് ഇതേ പറയാൻ കഴിയുള്ളൂ. ഈ പറയുന്ന പുതിയതാവൂ എന്ന് പറയുന്നതിനേക്കാളും ഒന്നുകൂടി പ്രകൃതിദത്തം, മനുഷ്യന് മാനവികതയ്ക്ക് നല്ലത്, പഴയതാവൂ എന്നൊരു ടേം ഞാൻ ഉപയോഗിക്കുന്നില്ല, മനുഷ്യനാവൂ, മനുഷ്യൻ്റെ ആ ജനിതകമായ ഭാവത്തിൽ തിരിച്ചു പോകുമെന്നും പറയണ്ട, ജനിതകമായ ഭാവം നിലനിർത്തൂ എന്ന് പറയുന്നതായിരിക്കും. അല്ല, അതെനിക്ക് മനസ്സിലായി, ഇത് മനസ്സിലായി. ഇതിനൊരാൾക്ക് എനിക്ക് ഇതാണ് മോഡേണിറ്റി എങ്കിൽ, അതായത് പ്ലഷർ സീക്കിംഗ് ആയിട്ടുള്ള, അതായത് സാധനങ്ങൾ നേടാനും അവനവന് വേണ്ടി ടേം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ഈ പ്ലഷർ സീക്കിങ്. അതേപോലെ ഈ റിലേറ്റീവ് പോവർട്ടി മീൻസ് നിങ്ങൾ എത്ര കാലമായി ആൾട്ടോ ഉപയോഗിക്കുന്നു, ഇന്നോവയാക്കൂ, ഇനി ഓടിയാക്കൂ. നമ്മൾ കൂടുതൽ ഐഹികമായ വിഭവങ്ങൾ കൂടുതലുള്ളവരിലേക്ക് നോക്കിയിട്ട് നമ്മളെ സ്വയം ദരിദ്രരാക്കുന്നതാണ്. പിന്നെ അതേപോലെ ഈ ഒരു ടേം ഈ അടുത്ത് വായിച്ചു, ഈ എന്താണ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, ഫോമോ. ഞാനിവിടെ ഇല്ല എന്ന് മറ്റുള്ളവർക്ക് തോന്നും, അതുകൊണ്ട് ഡെയിലി 3 സ്റ്റാറ്റസ്, 2 റീൽസ്, വേണ്ടാത്ത നല്ല അഭിപ്രായം പറയാം. ഇങ്ങനെയുള്ള ടെൻഡൻസികളൊക്കെ മാറ്റി വെച്ച് നീ എന്തിനാണ് ഇങ്ങനെ അഭിപ്രായം പറയുന്നത്, കുറെ കാലം മിണ്ടാതിരിക്കേ, അതിനൊരു സുഖമുണ്ടല്ലോ. തീർച്ചയായിട്ടും മൗനം ശാന്തി, ഈ ഫോണ് സൈലന്റ് ആക്കുക, ഫ്ലൈറ്റ് ഓഫ് ആക്കുക, പിന്തിരിയുക. ഈ വിഡ്രോവൽ സിൻഡ്രോം എന്ന് പറയുന്ന ആ സാധനത്തിന് അതിൻ്റെതായ ഒരു സൗന്ദര്യമുണ്ട്. അതിന് നമ്മുടെ അറബിയിൽ അതിന് സുഹൃദ് എന്നൊക്കെയാണ് പറയാം. ഈ സുഹൃദിൻ്റെ ഒരു ഫിലോസഫിയാണ് ഈ ഇൻസ്റ്റഗ്രാമിൻ്റെ ബദൽ ഫിലോസഫി എന്ന് പറയുന്നതാണ്. പിന്നെ ഇവിടെ വേറെ പ്രശ്നമുണ്ട്. ഇന്നത്തെ ആധുനികത എല്ലാം യന്ത്രങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനതിൽ നിന്ന് പുറത്തല്ല, ഞാനൊരു വിശുദ്ധ പശുവും, നിങ്ങളൊക്കെ അതല്ല ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ നേരത്തെ നമ്മളോട് ഷിയാബ്ക സംസാരിച്ചപ്പോൾ എന്ത് പറഞ്ഞു, എത്ര മണിക്ക് പോകണം. അപ്പം ഞാനെന്താ പറയുന്നത്, ഇവിടുന്ന് മെട്രോ ഉണ്ടല്ലോ, എനിക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ ആശ്രയിക്കുന്നത് യന്ത്രങ്ങളെയാണ്. ഇപ്പോൾ മൊബൈലിൽ എത്ര ശതമാനം ചാർജുണ്ട്, നമ്മൾ ആദ്യം നോക്കുന്ന വിഷയം. ഈ നിങ്ങൾ ഉപയോഗിക്കുന്ന ലാപ്പ് അത് ലെനോവയുടേതാണോ അല്ല ആപ്പിളിൻ്റെതാണോ സാംസങ്ങിൻ്റെതാണോ, നമുക്കൊരു ചില ബ്രാൻഡ് സെൻട്രങ്ങളുണ്ട്, അതിന് ബാറ്ററി ബാക്കപ്പ് ഇത്ര കൂടും, അതിന് ഫങ്ഷൻ ഇത്ര കപ്പാസിറ്റി കൂടുതലാണ്. അപ്പോൾ മനുഷ്യർ ചിന്തിക്കുന്നതിൻ്റെ, മനുഷ്യനെ റിലേ ചെയ്യുന്ന സാധനങ്ങൾ മുഴുവനും യാന്ത്രികമായ സാധനങ്ങളാണ്, സെൻസ് ഇല്ലാത്ത സാധനങ്ങളാണ്. മതവിശ്വാസികൾ പോലും. അപ്പോൾ ശരിക്കും ഞാൻ പറയേണ്ടത്, എനിക്ക് വൈകിയ പ്രശ്നമൊന്നുമില്ല, എനിക്ക് എൻ്റെ അള്ള ഉണ്ട്, തവക്കൽത്തു അലല്ലാഹ് എന്നാണ്. ഇത് പറയേണ്ട ഞാൻ പോലും എന്താ പറയുന്നത്, എനിക്കിവിടെ മെട്രോ ട്രെയിൻ ഉണ്ട് എന്നുള്ളതാണ്, എനിക്ക് വിളിച്ച ആൾക്കാർ വരാൻ ഫോണുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ മതവിശ്വാസികളെയും ആത്മീയവാദികളെയും പോലും സ്വാധീനിച്ചു ഈ പറയുന്ന ഈ ആധുനിക ബോധം എന്നുള്ളതാണ്. അതിനെ വിമർശിക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു, ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞു, സമൂഹം വിമർശിക്കേണ്ട പലതിനെയും മുസ്ലിങ്ങളെ വിമർശിച്ചിട്ട് അതൊരു മുസ്ലിം ഇഷ്യൂ ആയി മാറിപ്പോയി. ഇവിടെ ചിലതിനെയൊക്കെ സമൂഹം തന്നെ തിരുത്തേണ്ടതുണ്ട്.